മഴത്തോരും മുൻപ് എന്ന പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പൗലോസ് പോയതിനു ശേഷം ആദ്യത്തെ 3 ദിവസം അലീന സ്റ്റാൻലിയുടെ ചിട്ട അനുസരിച്ചുള്ള ഭക്ഷണക്രമം തന്നെ നിലനിർത്തി. പൗലോസ് പോയതിൻ്റെ കുറവ് പപ്പയ്ക്ക് അനുഭവപ്പെടരുത് എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. സ്റ്റാൻലി 3 ദിവസവും പരാതി ഒന്നും പറഞ്ഞില്ല. 3-ാം ദിവസം സ്റ്റാൻലി കഴിച്ചുകൊണ്ടിരിക്കെ അലീന അരികത്തെത്തിയിട്ട് ആരോടൊന്നില്ലാതെ പറയുകയാണ്, കറികളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയണ്ടേ? അതിനാരും തയ്യാറല്ല. മിണ്ടാതിരുന്ന് കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് പോകും. മോശമായി പോയാൽ കുറ്റം പറയാൻ എന്തൊരു ഉത്സാഹമാണ്. സ്റ്റാൻലി അത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു. സ്റ്റാൻലി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഔതക്കുട്ടിച്ചാനോട് പറയുകയാണ്, നാളെ മുതൽ ഇവിടുത്തെ ഭക്ഷണക്രമമൊക്കെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ആ കൊള്ളാം, ലാലിച്ചൻ നിന്നെ മാറ്റും, അത്ര തന്നെ. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. പിറ്റേന്ന് അലീന ഒരു പോക്കറ്റ് ബുക്കും പേനയുമായി സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പപ്പയ്ക്ക് എന്താണ് വേണ്ടത്? അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി മകളെ ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നെന്താ പ്രത്യേകത? അല്ല, ഇന്ന് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാമെന്ന് ഞാൻ വെച്ചു. എനിക്കങ്ങനെയൊന്നുമില്ല. ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഡൈനിങ് ടേബിൾ വന്നിട്ട് ഞാനൊന്ന് നോക്കും ഇന്ന് ഏതാണ് കഴിക്കേണ്ടതെന്ന്. ആ പതിവ് തെറ്റിക്കണ്ട, അങ്ങനെ തന്നെ പോട്ടെ. മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണമാണോ തീരുമാനിക്കേണ്ടത് കേണൽ സ്റ്റാൻലി ജോസഫ് ഇന്ന് എന്ത് കഴിക്കണമെന്ന്? അത് ശരിയല്ലല്ലോ. പപ്പ തന്നെ തീരുമാനിക്കണം, എന്നിട്ട് അത് തന്നെ കഴിക്കുകയും വേണം. സ്റ്റാൻലിക്ക് ദേഷ്യമായി. നീ ഇതിനാണോ പൗലോസിനെ പറഞ്ഞയച്ചത് ഇവിടുന്ന്? ഞാൻ പറഞ്ഞയച്ചതാണോ പപ്പ? കള്ളൻ തന്നെത്താൻ പോയതല്ലേ. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അടുക്കള കാര്യത്തിൽ തലയിടാൻ പോകരുതെന്ന്. ശരി, നീ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട, ഞാൻ വേറെ കുക്കിനെ ഏർപ്പാടാക്കിക്കൊള്ളാം. ക്ലബിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പോൾ ആളിനെ വിടും. സ്റ്റാൻലി പെട്ടെന്ന് ഫോണിനടുത്തേക്ക് നീങ്ങി. ഉടൻ തന്നെ അലീന അയാളുടെ മുൻപിലേക്ക് കയറി നിന്ന് തടഞ്ഞിട്ട് പറയുകയാണ്, പപ്പ പ്ലീസ്, പപ്പയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ നല്ല രുചിയായിട്ടെല്ലാം വെച്ചു തരാം. വേണ്ട, ഇതെല്ലാം ഓരോ ഒബ്ലിഗേഷനാണ്. ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിച്ചാൽ ആരുടെയും പരാതി ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. ഓ അത് ശരി, എന്നാൽ അങ്ങനെ ഇപ്പം പറ്റില്ല. കുറേ മട്ടനും ചിക്കനും ബീഫും ഫിഷ് ഫ്രൈയും കറിയും മപ്പാസും സകലതും വെച്ചുണ്ടാക്കി മേശപ്പുറത്ത് നിരത്തി വെക്കുമ്പോൾ അതിൽ നിന്ന് 2-4 കഷ്ണം മാത്രം ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് ബാക്കി മുഴുവനും എച്ചിലാക്കി കളയുന്ന ആ ധാരാളിത്തം ഉണ്ടല്ലോ, അതിനി ഇവിടെ വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അലീന സ്റ്റോപ്പ്. സ്റ്റാൻലിയുടെ മുഖം കോപം കൊണ്ട് ചുമന്നു. അടുത്ത വാക്ക് സ്റ്റാൻലി പറയുന്നതിന് മുൻപ് തന്നെ അലീന പറയുകയാണ്, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് അധിക പ്രസംഗമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പപ്പയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്നും അറിയാം. പപ്പ എന്നെ തല്ലിക്കോ? ഒരു സങ്കടം എനിക്കില്ല. അല്ലെങ്കിൽ പപ്പയൊന്ന് ചിന്തിച്ചു നോക്കിയേ, പപ്പയ്ക്ക് എന്തെങ്കിലും കാര്യത്തിനൊരു നിയന്ത്രണമുണ്ടോ? ദേഷ്യത്തിലില്ല, ആഹാരത്തിലില്ല, മദ്യപാനത്തിലില്ല, പുകവലിയിലില്ല, ഒന്നിലുമില്ല. ഞാൻ ഇതിലെല്ലാം ഇടപെടും. ഇല്ലെങ്കിൽ പപ്പ എന്നെ ഉപേക്ഷിക്കണം. എനിക്കങ്ങനെ ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്വത്തുണ്ടാക്കിയത്. അത് തറവാട്ട് സ്വത്തല്ല, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ആയിക്കോട്ടെ, പക്ഷെ പപ്പയ്ക്ക് 4 മക്കളുണ്ട് എന്നുള്ള കാര്യം പപ്പ മറന്നോ? അതിലൊരാളെ 23 വർഷക്കാലം വളർത്തിയത് ഒരു അനാഥാലയത്തിലാണ്. ഈ സ്വത്ത് മുഴുവനും അവർക്ക് ദാനം ചെയ്താലും ആ കടം തീരുമോ? പെട്ടെന്ന് സ്റ്റാൻലി ഒച്ചയെടുത്ത് വിളിക്കുകയാണ്, ആൻഡപ്പൻ. ആൻഡപ്പൻ നിമിഷങ്ങൾക്കുള്ളിൽ ഓടി ആ മുറിയിലെത്തി. ഇവളെ വിളിച്ചുകൊണ്ട് പോയി TV ഓൺ ചെയ്ത് വെച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ആ പുഴയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. പപ്പ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അലീന മുറി വിട്ടുപോയി. കോറിഡോറിൽ അവതക്കുട്ടിച്ചാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവതക്കുട്ടിച്ചാൻ ചോദിക്കുകയാണ്, അവൻ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും ഇഷ്ടപ്പെട്ടില്ല, വേറെ കുക്കിനെ വിളിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, ചുറ്റിക വെച്ച് ആണി അടിക്കുന്നത് പോലെ തറഞ്ഞുപോയ ശീലങ്ങൾ അവൻ്റേത്. അതൊന്നും നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റില്ല മോളെ. ഓഹോ അത് ശരി. എന്നാലേ ആണി അടിക്കുന്ന ചുറ്റികയുടെ മറുവശത്തൊരു സാധനമുണ്ട്. അടിച്ചുറപ്പിച്ച ആണി ഇളക്കിയെടുക്കാനുള്ള സാധനമാണ്. പറിച്ചിങ് എടുക്കും. വല്യപ്പച്ചന് ഞാനത് കാണിച്ചു തരാം. ആട്ടമോളെ, നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? ചെറുതായിട്ടൊന്ന് ഉടക്കി. നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ ഇഷ്ടം പോലെ 3-4 ദിവസം കൂടെ വെച്ച് വിളമ്പിക്കൊടുക്ക്. എന്നിട്ട് ഓരോ ഐറ്റം വെച്ച് ഓരോ ദിവസവും കുറച്ച് കൊണ്ടുപോവാ. ചോദിച്ചാൽ അതിനെന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞാൽ മതി. ലാലിച്ചനങ്ങ് വിശ്വസിച്ചോളും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല വല്യപ്പച്ച. മധ്യ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവൊന്നും അല്ലല്ലോ ഈ ലാലിച്ചൻ. വല്യപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വല്യപ്പച്ചൻ്റെ മടി കിടന്ന്. പെട്ടെന്ന് അവതക്കുട്ടിച്ചായൻ ചിരിച്ചുകൊണ്ട് പറയുക, കൊള്ളാം, അവൻ ആ ഡയലോഗ് കേൾക്കുമ്പോൾ കലി കയറും. നീ അവൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ അവൻ്റെ അപ്പനായതുകൊണ്ടാണ് അവൻ എന്നെ തല്ലാത്തത്. സാരമില്ല, എന്നെ അടിച്ചോട്ടെ. അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലുകൊള്ളാത്ത മക്കളുണ്ടോ? എനിക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് ഒരടിയെങ്കിലും മേടിക്കണം. എന്നിട്ട് മാറിയിരുന്ന് കരയണം, കെറുവിച്ച് മിണ്ടാതെ നടക്കണം, പിന്നെയും കൂട്ടുകൂടണം. അത് കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അലീനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ്, ഇത് കൊള്ളാലോ, വല്ലാത്ത സൂക്കേട് തന്നെയാണല്ലോ ഇത്. വല്യപ്പച്ചൻ നോക്കിക്കോ, അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്.
എനിക്ക് പപ്പയുടെ ദേഷ്യം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മുഖമൊക്കെ ചുവന്ന് കണ്ണു രണ്ടും ശീമനെല്ലിക്ക പോലെ ഉരുണ്ട് മീശയൊക്കെ വിറപ്പിച്ച് ഇപ്പൊ തല്ലുമെന്ന് തോന്നുന്ന ആ നിപ്പുണ്ടല്ലോ. ആ കൊച്ചേ, നീ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കല്ലേ. അവൻ്റെ കൈ വീണാൽ നീ ചത്തുപോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനിയിപ്പം നിനക്ക് അടി വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല ഒന്നാം തരം ചൂരലിരിപ്പുണ്ട്. നടക്കും. ഞാൻ എന്ത് വികൃതി കാട്ടിയാലും വല്യപ്പച്ചൻ ഈ ചിന്നമ്മേനെ നുള്ളി നോവിക്കില്ല എന്ന് എനിക്കറിയാലോ. ഇത് പറഞ്ഞിട്ട് അലീന ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി BBC ന്യൂസ് കണ്ട് സോഫയിലിരിക്കുകയായിരുന്നു. അയാളുടെ കാൽച്ചുവട്ടിലും സോഫയിലും നായ്ക്കൾ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. വാതിലൽപ്പം തുറക്കുന്ന ശബ്ദം കേട്ട് സ്റ്റാൻലി മുഖം തിരിച്ചു നോക്കി. അലീനയാണ്. അയാൾ വീണ്ടും TV തന്നെ ശ്രദ്ധ തിരിച്ചു. അലീന മുറിയിലേക്ക് കയറി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? സ്റ്റാൻലി വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ സമയം എത്രയായി? ഉടനെ തന്നെ അലീന സ്റ്റാൻലിയുടെ ഇടത് കൈ പിടിച്ചുയർത്തിയിട്ട് സമയം നോക്കി. എന്നിട്ട് പറയുക, 8:48. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം എത്രയാണ് ഇവിടുത്തെ? 8:30. എനിക്കൊരു ചിട്ടയുണ്ട്, അറിയാലോ. ഉടനെ അലീന, പപ്പ ഈ പട്ടാളത്തിലെ ചിട്ടയൊക്കെ വീട്ടിലും വേണോ? പട്ടാളത്തിൽ നിന്ന് പപ്പ പിരിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അതെൻ്റെ ശീലമാണ്. സ്റ്റാൻലിയുടെ മുഖഭാവം മാറി തുടങ്ങി. അത് കണ്ടുകൊണ്ട് വീണ്ടും അലീന പറയുകയാണ്, അല്ല പപ്പ, ഈ 10-15 മിനിറ്റ് താമസിച്ചു എന്ന് വെച്ച് വയറ് കോപിക്കുവോ? ഇതെന്തൊരു വയറാ? അങ്ങനെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു വയറ് നമുക്ക് വേണോ പപ്പ? അലീന അത് കുസൃതിയോടുകൂടിയാണ് ചോദിച്ചത്. എന്നാൽ സ്റ്റാൻലി കേൾക്കാത്ത മട്ടിൽ TV തന്നെ കണ്ണു നട്ടിരിക്കുകയാണ്. അലീന സോഫയുടെ പിന്നിൽ ചെന്ന് നിന്നു. സ്റ്റാൻലിയുടെ ശിരസിൽ 2 കൈത്തലങ്ങളും വെച്ചു. ആദ്യം പതിയെ മുടിയിലൂടെ കൈ ഓടിച്ചു. പ്രതിഷേധിക്കണമെന്ന് തോന്നിയെങ്കിലും സ്റ്റാൻലി അനങ്ങാതെ ഇരുന്നു കൊടുത്തു. അതിനൊരു സുഖമുണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിലും ചെന്നിയിലും ഇളം ചൂടുള്ള വിരലുകൾ മസാജ് ചെയ്യും പോലെ തലോടി. തുടർന്ന് 2 കൈകളും കൊണ്ട് അയാളുടെ കണ്ണുകളെ മൂടിയിട്ട് അലീന പറയുക, ഞാൻ എല്ലാം എടുത്ത് ഊണുമേശയിൽ വെച്ചിരിക്കുക. ഇനി താമസിച്ചാൽ തണുത്തു പോവും. പപ്പയ്ക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചത്. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം സങ്കടം തോന്നും. അലീന അയാളുടെ മുഖം നിലക്കണ്ണാടിയുടെ നേർക്ക് തിരിച്ചു. എന്നിട്ട് കണ്ണുകളെ മൂടിയിരിക്കുന്ന വിരലുകൾ മാറ്റി. നിലക്കണ്ണാടിയിൽ സ്റ്റാൻലി കണ്ടു തൻ്റെ ശിരസിന് മീതെ അലീനയുടെ മുഖം. നെറുകയിൽ താടി മുട്ടിച്ചവൾ ചിരിക്കുകയാണ്. തുടർന്ന് കണ്ണാടിയിലെ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അലീന പറയുകയാണ്, ഇപ്പോൾ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. എന്നിട്ട് ഒരടിക്കുറിപ്പും കൂടെ, സിംഹവും മുയലും. അത്രയൊക്കെ പറഞ്ഞിട്ടും സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവത്തിന് യാതൊരു അയവുമില്ല. ഉടൻ തന്നെ അവൾ സ്റ്റാൻലിയുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പറയുക, പപ്പ വന്നേ, ഊണ് കഴിക്കാം. സ്റ്റാൻലി മെല്ലെ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് പോയി. പാലപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂവും ഇഡ്ഡലിയും ചട്നിയും ഒക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ ഫോർക്കും നൈഫും സ്പൂണും ഒക്കെ? അയ്യോ, അതെല്ലാം ഞാൻ കഴുകാനിട്ടിരിക്കുകയാണ്. അത് കഴുകിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. ഗോ ആൻഡ് ബ്രിങ്. ഒരു ദിവസത്തേക്ക് പപ്പ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. കൈകൊണ്ട് കഴിച്ചു എന്ന് വെച്ച് കയ്യിലെ വാച്ചൊന്നും ഊരി പോവില്ലല്ലോ. സ്റ്റാൻലിക്ക് ശുണ്ഠിയായി. അയാൾ പ്ലേറ്റ് തള്ളി നീക്കിയിട്ട് ചാടി എഴുന്നേൽക്കുവാൻ ഭാവിച്ചതും അലീന കയ്യിൽ കയറി പിടിച്ചു. പപ്പ പ്ലീസ്. അവൾ തൻ്റെ വലത് കൈ കാണിച്ചിട്ട് പറയുകയാണ്, തൽക്കാലം ദേ എൻ്റെ ഈ കൈ കത്തിയും മുള്ളുമാണെന്ന് പപ്പ അങ്ങോട്ട് കരുതിയിട്ട് ഇതുകൊണ്ട് കുത്തിയെടുത്ത് സ്റ്റൂവിൽ മുക്കി പപ്പയുടെ വായ്ക്ക് നേരെ കൊണ്ടുവരുമ്പോൾ വായ അങ്ങോട്ട് പിളർന്നു വരും. ഇത് പറഞ്ഞുകൊണ്ട് അവൾ കൈകൊണ്ട് മുറിച്ചെടുത്ത് കറിയിൽ മുക്കിയെടുത്ത കഷ്ണം വായ്ക്ക് നേരെ കൊണ്ടുവന്നു. സ്റ്റാൻലി പെട്ടെന്ന് മുഖം വെട്ടിച്ചു മാറ്റി. പപ്പ, ഇത് കഷ്ടമാണ് കേട്ടോ. പപ്പ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോമാലിയയിലും എത്യോപ്യയിലും ഒക്കെ നമ്മളെപ്പോലത്തെ ആയിരക്കണക്കിന് മനുഷ്യർ ആഴ്ചയിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിശന്നു മരിച്ചു പോകുന്നുണ്ട്. പപ്പ കണ്ടിട്ടില്ലേ TV തലയൊട്ടിയും 2 കണ്ണും പല്ലും എല്ലും തൊലിയും മാത്രമുള്ള പട്ടിണിക്കോലങ്ങളെ? എന്നിട്ട് പപ്പയുടെ ആഹാരം 1/4 മണിക്കൂർ വൈകിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കത്തിയും മുള്ളുമില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കടുംപിടുത്തം പിടിക്കുന്നത് ശരിയാണോ? സ്റ്റാൻലിയുടെ മുഖത്തെ മുറുക്കം തെല്ലൊന്നയഞ്ഞു. മകളുടെ മുൻപിൽ ഇനി ഒരു പിടിവാശിക്കും അർത്ഥമില്ല, ഒരു നിബന്ധനയ്ക്കും നിലനിൽപ്പില്ല. ചിട്ടകളും തർക്കങ്ങളും എല്ലാം ദുർബലമായി കഴിഞ്ഞു. അലീന നീട്ടിയ അപ്പകഷ്ണത്തിന് നേർക്ക് അയാൾ വായി തുറന്നു. അത് കഴിച്ചിട്ട് അയാൾ പറയുകയാണ്, ഇനി ഞാനെടുത്ത് കഴിച്ചോളാം. പപ്പയുടെ കൈ കഴുകിയില്ലല്ലോ, ഇനി എഴുന്നേറ്റ് പോണ്ടേ? അത് വേണ്ട പപ്പ, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. വേറെ ആരും കാണുന്നില്ല, വല്യപ്പച്ചൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. തുടർന്ന് വീണ്ടും അലീന അപ്പകഷ്ണങ്ങൾ മുറിച്ച് ചാറിൽ മുക്കി അയാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുവാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആസ്വദിച്ച് സ്റ്റാൻലി ആ ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ അയാൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കണ്ടേ? ആ കഴിക്കണം. ഞാനും കൂടി പപ്പയുടെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചോട്ടെ. പപ്പായ്ക്ക് കുറച്ചിട്ട് തോന്നുമോ? ഇല്ല, കഴിച്ചു. അപ്പനും മകളും കൂടി ഒരേ പാത്രത്തിലെ ആഹാരം പങ്കിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവതക്കുട്ടി ചായൻ ആ വഴി വന്നു. ആ കാഴ്ച കണ്ടിട്ട് അയാൾ അമ്പരം 40 നിമിഷം നോക്കി നിന്നുപോയി. കഴിച്ചുകൊണ്ടിരിക്കെ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് സ്റ്റാൻലി ഒന്ന് ഞെട്ടി. അലീന പെട്ടെന്ന് മേശയിലിരുന്ന അയാളുടെ കൈത്തണ്ടയിലേക്ക് മുഖം വെച്ച് ഏങ്ങലടിച്ചു. അവതക്കുട്ടി ചായനും അന്താളിച്ചു പോയി. തൻ്റെ കൈത്തണ്ടയിലേക്ക് ചുടു കണ്ണീർ വീണൊഴുകുന്നത് സ്റ്റാൻലി അറിയുന്നുണ്ടായിരുന്നു.
അലീന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഖമുയർത്തി പുറം കൈകൊണ്ട് കണ്ണും കവിളും തുടച്ചു. എന്നിട്ട് ജാള്യതയോടെ പറയുകയാ, സോറി പപ്പ, എൻ്റെ സന്തോഷം കൊണ്ടാ. ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ. ഇത്രയും ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ടിപ്പം അവളുടെ മിഴികൾ വീണ്ടും കവിഞ്ഞൊഴുകി. തുടർന്ന് കാണുന്നത് ആ വലിയ ബംഗ്ലാവിന്റെ വാതിക്കൽ മുറ്റത്തേക്ക് കയറാതെ ഗാർഡിന്റെ പിൻപിലായി ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നതാണ്. ആ ഓട്ടോറിക്ഷയിൽ മനുശങ്കർ ആയിരുന്നു. മനുശങ്കർ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മുറ്റത്തേക്ക് കയറില്ലേ? എൻ്റെ പൊന്നു സാറെ, നായ്ക്കളുള്ള വീടാണ്. അതും സിംഹവും കടുവയും പോലത്തെ കുറേ എണ്ണം ഉണ്ട്. ഓർക്കാപ്പുറത്ത് വലതും കെട്ടഴിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. ഓ അത് ശരി. ഇവിടെ ആരുടെയെങ്കിലും കഥ കഴിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എന്നാലും നമ്മുടെ സമയദോഷത്തിന് ചിലപ്പോൾ സംഭവിച്ചു പോയെങ്കിലോ സാറേ. മനുശങ്കർ നാലുപാടുമൊന്ന് നോക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ചാർജ് കൊടുത്തു. അവൻ മുറ്റത്തേക്ക് കയറുന്നതിന് മുൻപ് നായ്ക്കൂടുകളിൽ നിന്നും ഗർജനം മുഴങ്ങി. ആദ്യത്തെ കുര മനുശങ്കറിനെ അല്പം ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് ധൈര്യസമേതം അവൻ മുൻപോട്ട് നീങ്ങി. അലീന എങ്ങു നിന്നോ സിറ്റൗട്ടിലേക്ക് ഓടിയെത്തി. ദൈവമേ, മനുവേട്ടനോ? ഭയങ്കര അതിശയമായി പോയല്ലോ ഇത്. മനുവേട്ടൻ എന്താ ഒന്നും വിളിക്കുക പോലും ചെയ്യാതെ വന്നേ? മനുശങ്കറിനെ ഓർക്കാപ്പുറത്ത് കണ്ടതിൽ അലീനയ്ക്കുള്ള അത്ഭുതവും ആഹ്ലാദവുമെല്ലാം അവളുടെ മുഖത്തും ശബ്ദത്തിലും പ്രകടമായിരുന്നു. അതിശയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മുൻകൂട്ടി പറയാതിരുന്നത്. മനുശങ്കർ ഒരു കള്ളച്ചിരിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞുകൊണ്ട് അവളെ അടിമുടിയൊന്ന് നോക്കി. അപ്പോൾ അലീന, അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ മനുവേട്ടാ. അവർ കോറിഡോറിന്റെ മധ്യഭാഗത്തെ ലിവിംഗ് റൂമിലെത്തുമ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ രംഗത്തേക്ക് വന്നു. അലീന മനുശങ്കറിനെ അയാൾക്ക് പരിചയപ്പെടുത്തി. ഔതക്കുട്ടിച്ചായനെ തിരിച്ചു. മനുവിനെ അവിടെ ഇരുത്തിയിട്ട് അലീന ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. ഔതക്കുട്ടിച്ചായൻ മനുവിൻ്റെ ജോലിയെക്കുറിച്ചും താമസത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമെല്ലാം അല്പം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. അത്രയുമായപ്പോഴേക്കും അലീന എത്തി. മനുവേട്ടൻ വാ, ചായ കുടിക്കാം. അവൾ മനുവിനെ ഊണുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുത്തി. അവിടെ മേശപ്പുറത്ത് ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചിരുന്നു. അവൾ തന്നെ നിർബന്ധിച്ച് ഓരോന്നും അവനെ കൊണ്ട് കഴിപ്പിച്ചു. ചായ കുടിക്കുന്നതിനിടയിൽ മനുശങ്കർ ചോദിക്കുക, എങ്ങനെയുണ്ട് ഇവിടുത്തെ പപ്പ? അവിടുത്തെ അച്ഛനേക്കാൾ ബെറ്ററാണോ? അങ്ങനെ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല മനുവേട്ട. അച്ഛൻ ശാന്തനും അലിവുള്ളവനുമാ. മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ അറിയാം. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പപ്പ എങ്ങനെയല്ല. സ്നേഹമുള്ള സിംഹം എന്നൊക്കെ പറയാറില്ലേ, അത്തരത്തിലുള്ളൊരു രീതിയാണ്. സ്നേഹം ചോദിച്ചാൽ പോലും തരില്ല. ഒടുവിൽ നമ്മൾ ചെന്ന് പിടിച്ചു വാങ്ങിക്കണം. ആഹാ, അത് കൊള്ളാലോ. ആള് ദേഷ്യക്കാരനാണോ? എപ്പോഴും ഭയങ്കര ഗൗരവമാണ്. ആ ഇരിപ്പും ഭാവവും നോട്ടവും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും പപ്പയുടെ ചുറ്റും ഒരു കോട്ട കെട്ടിയിട്ടുണ്ടെന്ന്. അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല. കോട്ട വിട്ട് ഇറങ്ങി വരുത്തുമില്ല. സംസാരിക്കാനൊക്കെ ഭയങ്കര പിശുക്ക ആളിന്. അളന്നു മുറിച്ച് സൈന്യാധിപന്മാർ ഉത്തരവിടും പോലെ. ഇപ്പോഴും സൈന്യാധിപനാണെന്നുള്ള ഭാവമാണ്. അപ്പോൾ മനുശങ്കർ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അത് ശരി, കൊള്ളാലോ. അപ്പോൾ പിന്നെ അലീന എങ്ങനെ ഈ കോട്ടയ്ക്കകത്ത് കയറിപ്പറ്റി? അലീന ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആ കോട്ടയ്ക്ക് വന്ന ദിവസം മുതലേ തുരങ്കം വെക്കാൻ തുടങ്ങി. നന്നായി. അലീനയുടെ അടുത്ത് ദേഷ്യം കാണിക്കുമോ? ഓ, അതിപ്പോ സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും പപ്പ കണ്ണുരുട്ടി കാണിക്കും. ഇഷ്ടപ്പെടാതെ വല്ലതും പറഞ്ഞാൽ ഗെറ്റ് ഔട്ട്. പക്ഷേ എന്നോട് ഇതുവരെ ഗെറ്റ് ഔട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. 23 വർഷം ഞാൻ അനാഥാലയത്തിലാണല്ലോ ജീവിച്ചത് എന്ന് ഓർക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര വിഷമമാണ്. ആട്ടെ, ഈ വല്യപ്പച്ചൻ എങ്ങനെയുള്ള ആളാണ്? എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പുനലൂരിൽ നിന്ന് പാഞ്ഞു വന്ന ആളാണ്. എന്നിട്ട് നോക്കുമ്പോഴുണ്ട് വല്യമ്മച്ചി ചെറുപ്പക്കാരിയായിട്ട് നേരെ കൺമുമ്പിൽ നിൽക്കുന്നു. മരിച്ചുപോയ വല്യമ്മച്ചിയുടെ തൽസ്വരൂപമാണത്ര ഞാൻ. നടപ്പും നോട്ടവും വർത്തമാനവും ചിരിയും എല്ലാം അതുപോലെ തന്നെയാണെന്നാ വല്യപ്പച്ചൻ പറയുന്നത്. അതിനുശേഷം ഞാൻ ഇന്നും വല്യമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പാവം വല്യമ്മച്ചിയാണല്ലോ സ്വന്തം ഛായയും ശബ്ദവും സ്വഭാവവും എല്ലാം തന്ന് എന്നെ അനുഗ്രഹിച്ചത്. എനിക്ക് ചിലപ്പോൾ തോന്നും ഏതോ കാണാമറയത്തിരുന്ന് ഒരു ചെറിയ പുഞ്ചിരിയോടെ വല്യമ്മച്ചി എന്നെ നോക്കുന്നുണ്ടെന്ന്. ഈ ഭൂമിയിൽ ഒരു ചെറിയ ജീവിതം കിട്ടിയതിന് നമ്മൾ ആരോടെല്ലാമാ കടപ്പെട്ടിരിക്കുന്നത്, അല്ലേ മനുവേട്ട? മനുശങ്കർ കൗതുകം പൂണ്ട വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അലീനയാകട്ടെ താൻ അവിടെ വന്നപ്പോൾ മുതലുള്ള ഓരോരോ സംഭവങ്ങളും അവനോട് വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മനസ്സിലുള്ളതെല്ലാം പങ്കുവെക്കുവാൻ ഹൃദയത്തിന് ഒത്തിണങ്ങിയ ഒരാളിനെ കിട്ടിയതുപോലെ അവൾ ആഹ്ലാദിക്കുന്നുണ്ട് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അലീന മനുശങ്കറിനെ വിളിച്ച് സ്റ്റാൻലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സ്റ്റാൻലി ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. ആ വലിയ ശരീരവും അതിനു ചുറ്റും നിന്ന നായ്ക്കളും തനിക്ക് നേരെ തിരിയുന്നത് കണ്ട് മനുശങ്കറിന് ഒരു ഉൾക്കിടിലം തോന്നി. നായ്ക്കൾ മനുശങ്കറിനെ തന്നെ തുറച്ചു നോക്കി. അലീന അവരുടെ നേർക്ക് കൈകൊണ്ട് എന്തോ ആംഗ്യം കാട്ടി. എൻ്റെ ആളാണ്, ഉപദ്രവിക്കരുത് എന്നാണ് അതിനർത്ഥമെന്ന് മനുശങ്കറിന് തോന്നി. സ്റ്റാൻലി ഫോൺ ചെയ്ത് തീരുന്നതുവരെ അവർ കാത്തുനിന്നു. റിസീവർ വെച്ചതിന് ശേഷം സ്റ്റാൻലി അലീനയെയും മനുശങ്കറിനെയും ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി. അപ്പോൾ അലീന മനുശങ്കറിനെ പപ്പയ്ക്ക് പരിചയപ്പെടുത്തി. സ്റ്റാൻലി ഷേക്ക് ഹാൻഡ് നൽകി. എന്നിട്ട് ഇരിക്കൂ. മനുശങ്കർ കസേരയിലിരുന്നു. അലീന പപ്പയോടൊപ്പം സോഫയിലും.
ഏതാനും ചില വാക്കുകളിൽ ഒതുങ്ങിയ കുശലാന്വേഷണങ്ങൾ. ഒടുവിലായി അയാൾ മനുവിനോട് പറയുകയാണ്, അലീനയെ ഇവിടെ എത്തിച്ചു തന്നതോടെ പാലക്കാട്ടുകാരുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിവേ, ഊണ് കൊടുത്തിട്ട് ഇയാളെ തിരിച്ചയക്കാവൂ. അലീന, നീ കേട്ടോ ഞാൻ പറഞ്ഞത്? ഒവ്വു പപ്പ. തുടർന്ന് അലീന മനുവിനെയും കൂട്ടിക്കൊണ്ട് ബംഗ്ലാവിന് വെളിയിലെ ലോണിലേക്ക് ഇറങ്ങി. മനുശങ്കറിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ടുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, എന്തു പറ്റി മനുവേട്ടാ? അപ്പോൾ മനുശങ്കർ, അലീനയുടെ പപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പാലായിലുള്ളവരാരും ഇനി അടുപ്പവും ബന്ധവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നല്ലേ? ആയിക്കോട്ടെ, അത് പപ്പയുടെ ആഗ്രഹം. ഒരാളുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയോ ഈ ലോകത്ത്? ഞാൻ പപ്പയെപ്പറ്റി മനുവേട്ടനോട് പറഞ്ഞില്ലായിരുന്നു. പപ്പയ്ക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അലീന, ഞാൻ മനുവേട്ടന് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ വരാം. ഞാനല്ലേ പറയുന്നത്, വാ. അലീന അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൾ അവനെ കൊണ്ടു നടന്ന് വീടും പരിസരങ്ങളും പ്രാക്കൂടും നായ്ക്കൂടുകളും മീൻകുളവും എല്ലാം കാട്ടിക്കൊടുത്തു. ഇതിനിടയിൽ മനുശങ്കർ വീണ്ടും ചോദിക്കുകയാണ്, അലീനയുടെ പപ്പയുടെ ഭാര്യയും മക്കളും ഒന്നും ഇങ്ങോട്ട് വരാറില്ലേ? കുറച്ചു ദിവസം മുൻപാ വന്നിട്ട് പോയത്. അന്നവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അലീന മനുശങ്കറിനോട് വിവരിച്ച് കേൾപ്പിച്ചു. പപ്പ അവരെല്ലാം തുരത്തിവിട്ടു. പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ എനിക്കെതിരെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് പേടിയില്ലേ? ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? പപ്പയുടെ ഭാര്യയും മക്കളും അഞ്ചലിലാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെയും എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ്. അവരെയെല്ലാം ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. പപ്പയുടെ സ്വഭാവം മാറ്റിയെടുക്കണം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അത് ശരി, അതൊക്കെ എങ്ങനെ സാധിക്കും അലീന? എനിക്കറിയില്ല. യേശു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വഴിയെല്ലാം നടത്തി എന്നെ ഇവിടെ വരെ എത്തിച്ചത്? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് നിനക്ക് വേണ്ടി നീ എന്നു മുതലാണ് ജീവിച്ചു തുടങ്ങുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മനുശങ്കറിന്. പക്ഷെ അവനൊന്നും വേണ്ടിയില്ല. അലീന അവനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ അലീന പൗലോസ് ചേട്ടനോടുണ്ടാക്കിയ വഴക്കിനെക്കുറിച്ച് അവനോട് പറഞ്ഞു. അലീനയുടെ വിലക്കിനെ അവഗണിച്ച് മനുശങ്കറും ചില സഹായങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ മനുശങ്കർ പറയുകയാണ്, ഞാനൊരു സത്യം പറയട്ടെ അലീന? മനുവേട്ടന് എത്ര സത്യം വേണമെങ്കിലും പറഞ്ഞു, ഞാൻ കേട്ടോളാം. നിനക്ക് കുറെ മാറ്റം വന്നിട്ടുണ്ട്. കടപ്പാട്ടൂരിന്ന് പോന്നപ്പോഴത്തെ അലീന അല്ല നീ. ഇത്രയൊന്നും നീ സംസാരിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലുമൊക്കെ മാറ്റം വന്നു. നിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു ആധികാരികതയുണ്ട്. നടപ്പിനും എടുപ്പിനും ഒക്കെ കുറച്ചുകൂടി സ്പീഡായി. മുൻപോട്ട് വരാൻ ഒട്ടും ശങ്കയില്ല. പഴയതുപോലെ ഡോർ കർട്ടന് പിൻപിൽ നിൽക്കുന്നയാളല്ല നീ ഇപ്പോൾ. അത് ശരിയാ മനുവേട്ടാ. ഞാനിപ്പോൾ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മോളല്ലേ. ആ ഒരു ആത്മവിശ്വാസം അത്ര ചെറുതല്ലല്ലോ. പപ്പ സ്വാർത്ഥനും പരിക്കനും ഒക്കെ ആയിരിക്കും. എന്നാലും എനിക്കറിയാം എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആദ്യമൊക്കെ ഞാൻ ആരാണെന്ന് പറയാൻ പപ്പയ്ക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ആര് ചോദിച്ചാലും പറയും ഇതെൻ്റെ സ്വന്തം മോളാണെന്ന്. അത് പറയുമ്പോൾ ഞാൻ പപ്പയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് ചേർന്ന് നിൽക്കും. 24 വർഷത്തോളം അനാഥയായി ജീവിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അംഗീകാരമല്ലേ. അത് കളയാൻ പറ്റുമോ മനുവേട്ടാ? അപ്പോൾ മനുശങ്കർ, നിനക്കുണ്ടായ ഈ മാറ്റങ്ങളൊന്നും നെഗറ്റീവാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ തന്നെ വേണം. ഉച്ചയൂണിന് ശേഷം അലീന ബൈജുവിനെ വിളിച്ച് കാർ ഇറക്കുവാൻ ആവശ്യപ്പെട്ടു. അവൾ മനുവിനെ പപ്പയുടെ തോട്ടം കാണിക്കുവാൻ കൊണ്ടുപോവുകയാണ്. ഔതക്കുട്ടിച്ചായനും അപ്പോൾ അവർക്കൊപ്പം പോകുവാൻ താല്പര്യം കാണിച്ചു. കാറിലിരിക്കുമ്പോൾ മനുശങ്കർ അലീനയോട് ചോദിച്ചു, എറണാകുളത്ത് ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, രേവതിക്കുട്ടി. അവളെ വിളിക്കാറുണ്ടോ ഇപ്പം? ചിലപ്പോഴൊക്കെ വിളിക്കും. എന്താ മനുവേട്ടാ? മനുവേട്ടൻ അവളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എൻ്റെ ലാപ്ടോപ്പിൽ അവളുടെ ചില പടങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾ രോഹിത്തിനെയും കൂട്ടി എറണാകുളത്ത് പോയ സമയത്ത് എടുത്തത്. ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് അവളെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അയ്യോ, അത് കൊള്ളാലോ. അവൾ കൊച്ചല്ലേ മനുവേട്ടാ? 2-3 വർഷം വെയിറ്റ് ചെയ്യാനൊക്കെ പലരും തയ്യാറാണ്. ഓക്കെ മനുവേട്ടാ, പക്ഷേ ഒരാൾക്കല്ലേ അവളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ അലീന മുഖം തിരിച്ച് മനുശങ്കറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴത്തെ അവളുടെ നോട്ടവും കുസൃതി പുഞ്ചിരിയും അവനെ അനുരാഗ വിവശനാക്കി. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാനുള്ള വെമ്പൽ ഔതക്കുട്ടിച്ചാനെ ഓർത്ത് അവൻ പണിപ്പെട്ടടക്കി. അലീനയ്ക്കും അവൻ്റെ ഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്നും തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും അലീന പറയുകയാണ്, രേവതിക്കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത് മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും കൂടിയാണ്. അവൾ ആ കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അവളെയും കൊണ്ട് ദൂരെ എവിടെയോ ടൂറ് പോയിരിക്കുകയാണ്. എവിടെ? ഒരു ദിവസം ജയ്പൂരിൽ നിന്ന് എന്നെ വിളിച്ചു. പിന്നെ ഒരു ദിവസം ആഗ്രയെന്ന്, പിന്നെ സിംല. ഓരോ തവണ വിളിക്കുമ്പോഴും അവൾ ഓരോരോ സ്ഥലങ്ങളുടെ പേര് പറയും. മാമച്ചനങ്കിളിൻ്റെ ചില സ്വന്തക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരും ഉണ്ട് ഇവരുടെ കൂടെ. ഇവിടുത്തെ വിവരങ്ങളൊക്കെ നീ അവളോട് പറയാറുണ്ടോ? കൊള്ളാം. ഫോൺ എടുത്താൽ അവളുടെ വർത്തമാനം ഒന്ന് നിർത്തിയിട്ട് വേണ്ടേ അങ്ങോട്ട് എന്തെങ്കിലും നമുക്ക് പറയാൻ? ഞാനെല്ലാം മൂളി കേട്ടുകൊണ്ടേയിരിക്കും. അത് മാത്രമേ ഉള്ളൂ നിവർത്തി. അപ്പോഴേക്കും കാറ് തോട്ടത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. അലീന മനുശങ്കറിനെ വിളിച്ച് തോട്ടത്തിലേക്ക് ഇറങ്ങി.
അതിന്റെ വിസ്തീർണവും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു. കുന്നിൻ മുകളിലെ ഓഫീസും പുകപ്പുരയും സ്റ്റോറുകളും ഗസ്റ്റ് ഹൗസും എല്ലാം മനുശങ്കറിനെ കാണിച്ചു കൊടുത്തു. എല്ലാം കണ്ടതിനു ശേഷം മനുശങ്കർ ചോദിക്കുകയാണ്, അപ്പോൾ അലീനയുടെ പപ്പ ഒരു എസ്റ്റേറ്റ് ഉടമയാണ് അല്ലേ? ഞാൻ ഇത്രയൊന്നും കരുതിയിരുന്നില്ല. ഏകദേശം 3 മണിയോടുകൂടി അവർ തിരിച്ചു ബംഗ്ലാവിലെത്തി. അപ്പോൾ മനു പറയുകയാണ്, ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോവുകയാണ്. എൻ്റെ റൂം ഇതുവരെ ഞാൻ മനുവേട്ടനെ കാണിച്ചു തന്നില്ലല്ലോ, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാ. അലീന അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചതും അവൻ്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വിടർന്നു. ആഹാ, കൊള്ളാലോ, ഇതൊരു 7 സ്റ്റാർ ഹെറിറ്റേജ് റിസോർട്ടിന്റെ സ്യൂട്ട് റൂം പോലെ ഉണ്ടല്ലോ. അത്രയ്ക്ക് കളിയാക്കുമൊന്നും വേണ്ട മനുവേട്ടാ, എന്നാലും ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതാണ്. പപ്പ എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാ. അലീന, ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന്. വീട്ടിൽ മാത്രമല്ല മനുവേട്ടാ, എൻ്റെ പപ്പയുടെ മനസ്സിലും ഉണ്ട് സ്ഥാനം. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി അല്പസമയം മൗനമായി നിന്നു. പാലാ കടപ്പാട്ടൂരെ മേനോനങ്കിളിന്റെ വീട്ടുവേലക്കാരിയിൽ നിന്നും കുളത്തുപുഴയിലെ എസ്റ്റേറ്റ് ഉടമയും റിട്ടയർഡ് കേണലുമായ സ്റ്റാൻലി ജോസഫിന്റെ മകളിലേക്കുള്ള സുദീർഘമായ ദൂരം അതവൾ താണ്ടിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. അവൾ അർഹിക്കുന്നിടത്തോളം ഔന്നത്യത്തിലെത്തിയിരിക്കുന്നു. ഒരേ സമയം തന്നെ അതവനെ ആഹ്ലാദിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തു. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ഈ നിറകുടം, ഈ നിധി തനിക്ക് നഷ്ടപ്പെട്ടേക്കുമോ? ഇല്ല, വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും ഒരു കാലത്തും. അവൻ കൈനീട്ടി അവളുടെ കവിളത്ത് തലോടി. മെല്ലെ മുഖമൽപ്പം കുനിച്ച് അവൻ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. ഇടത് കൈ കഴുത്തിലൂടെ ഇട്ട് അവളെ ആലിംഗനത്തിൽ അമർത്തി. പെട്ടെന്നൊരു തേങ്ങൽ കേട്ടുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അലീനയുടെ മിഴികളിൽ നനവ്. എന്തു പറ്റി അലീന? ഒന്നുമില്ല. അല്ല, നിന്റെ ഈ കണ്ണുനീര് എന്നെ ഭയപ്പെടുത്തുന്നു. മനുവേട്ടൻ്റെ ഈ സ്നേഹം എന്നെയും ഭയപ്പെടുത്തുന്നുണ്ട്. കോറിഡോറിൽ നിന്നും കാലച്ച കേട്ട് അവൾ വേഗം കണ്ണു തുടച്ചു. അപ്പോൾ മനുശങ്കർ, ഞാൻ പോയിക്കോട്ടെ? അവൻ്റെ സ്വരത്തിൽ വിഷാദം കലർന്നിരുന്നു. സങ്കടത്തോടെ അലീന പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബൈജുവിനെ വിളിച്ച് മനുശങ്കറിനെ കുളത്തുപുഴ ടൗണിൽ വരെ കാറിൽ കൊണ്ടുവിടുവാൻ നിർദ്ദേശിച്ചു. കാറിൽ കയറും മുമ്പ് മനുശങ്കർ അലീനയെ നോക്കി. അവൻ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ വാക്കുകളില്ലാത്തൊരു ഭാഷയാണത്. അവളെ വിട്ടുപോകുവാൻ അവന് മടി. കുറച്ച് സമയം കൂടി അവളുടെ അരികിൽ നിൽക്കണം. ഇനിയും ഇനിയും അവളോട് മിണ്ടണം. അവളുടെ രൂപം കാണുകയും സ്വരം കേൾക്കുകയും വേണം. പക്ഷെ എപ്പോഴെങ്കിലും പോയാലല്ലേ പറ്റൂ. അവൻ്റെ മനസ്സിൽ ഒരു വിഷാദ സമുദ്രം അലയടിക്കുവാൻ തുടങ്ങി. വീണ്ടും മനുശങ്കർ പറയുകയാണ്, പോട്ടെ, ഞാൻ വിളിക്കാം. അവൻ കാറിലേക്ക് കയറി. കാർ മുൻപോട്ട് നീങ്ങി. അലീന പിൻപിൽ നിന്നും കൈവീശിക്കൊണ്ടേയിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഹൃദയത്തിനരികെ ചേർന്ന് നിന്ന ഒരാൾ യാത്ര പറഞ്ഞകന്നു പോകുന്നത് പോലൊരു വേദന. മുൻപൊരിക്കലും ഇത് ഇത്രത്തോളം തീവ്രമായിരുന്നില്ല. തന്നോട് തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒളിച്ചുകളികൾക്ക് ഇനി അർത്ഥമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. താൻ അവനെ സ്നേഹിക്കുന്നു. നെഞ്ചിനുള്ളിൽ നിന്നും ഒരു കരച്ചിൽ പിടഞ്ഞിറങ്ങി വന്നു. അവളുടെ കൺപീലികൾ നനഞ്ഞു കുതിർന്നു. ഈ കഥയുടെ അടുത്ത ഭാഗത്തിന് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയും ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.